സോ ഒഴിവുള്ള ദിവസം നമുക്ക് അനന്തകരമാക്കാൻ പോയാലോ. നമ്മളിന്ന് ഒരു ബീച്ചിൽ പോകാൻ. ബീച്ച് എന്നാണ് പറയപ്പെടുന്നത്, പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ എനിക്കൊരു ലേക്ക് പോലെയാണ് കേട്ടോ തോന്നിയത്. കാരണം കടൽ വെള്ളത്തിനിപ്പുണ്ടല്ലേ, ഈ വെള്ളത്തിനിപ്പില്ല വയസ്സ് എത്തിച്ചു. അങ്ങോട്ട് പോണ വഴിയൊക്കെ നല്ല ഭംഗി കേട്ടോ. അപ്പോൾ ഭയങ്കര ഗ്രീനറി, നല്ല അടിപൊളി റോഡും നല്ല സ്ഥലങ്ങളൊക്കെയാണ്. എന്നിട്ട് അവിടെ എത്തിയപ്പോഴും അവിടുത്തെ ഒരു ബീച്ചിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും അവരവിടെ ഒരുക്കിക്കുന്ന വഴിയും ഒക്കെ നല്ല രസം. ഭയങ്കര ആംബിയൻസാണ് അവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ. തമിഴിൻ്റെ വെറുത്തിനെ അങ്ങനെ നടക്കുന്ന പോലെ ഒരു വീഡിയോ എടുത്ത് കളിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സന്തോഷമാരാണ് ആഗ്രഹിക്കാത്തത്. എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് ആൾ മനുഷ്യനില്ലാത്ത സ്ഥലത്ത് പോകുകയെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ്. കാരണം നമുക്കൊരു പ്രൈവസി ഇല്ല എവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ. ആകെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഈ സായിപ്പന്മാരെല്ലാം കൂടെ ഈ ശനി ഞായർ കഴിഞ്ഞാൽ എല്ലാം ഒന്നെങ്കിൽ പാർക്കിൽ അല്ലെങ്കിൽ ബീച്ചിൽ അതിൻ്റെ പരിപാടി. പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് അഴുക്കുള്ള പോലെ നമുക്ക് തോന്നും, പക്ഷേ അഴുക്കൊന്നുമില്ല. അതായത് ഒരു അടിയില്ലാത്ത സ്ഥലമാണ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഇവിടെ ഒരു ഗ്ലാസ് കണ്ടപ്പോൾ ഒരു പ്രഹസനത്തിനെടുത്താം. അത് പിന്നെ നമ്മൾ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നീന്താൻ അറിയില്ലെങ്കിലും വെറുതെ. പിന്നെ പച്ചപ്പ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതിങ്ങനെ വീഡിയോ എടുത്ത് ഞാനങ്ങനെ ഇരിക്കും. ഇവിടെ ആണെങ്കിൽ മുടിങ്ങനെ ഗ്രീനറിയാണ് ഈ നാട്ടിൽ, എവിടെ നോക്കിയാലും പച്ചപ്പ്. പിന്നെ പോണ വഴിക്ക് നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടി. അതാണിത്, റെയിൻബോ ഉണ്ടല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൻബോ. എനിക്കെല്ലാം ഇഷ്ടം. പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി.